അവിടെ നിക്കടാ. എവിടേക്കാ നീ കയറി പോന്നെ? പുറത്തു പോ. അപ്പോഴാണ് ദേവൻ അവിടേക്ക് വന്നത്. അവൻ അഭിയെ നോക്കി ഒരു പരിഹാസ ചിരിയോടെ പറഞ്ഞു, ഓഹോ, ആരാ വന്നിരിക്കുന്നതെന്ന് നോക്കിയേ. എന്ത് ധൈര്യത്തിലാണ് നീ ഇവിടേക്ക് വന്നത്? സെക്യൂരിറ്റി, ഈ ദരിദ്രവാസിയെ ഒരു കാരണവശാലും അകത്തേക്ക് കടത്തിവിടരുത്. വിക്രം സാറിനെ ശല്യം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇവൻ ഇവിടേക്ക് വന്നത്. എടാ, ഞാൻ നിനക്കൊരു അഡ്വൈസ് തരാം. നീ ഒരു ദരിദ്രവാസിയാണെന്ന കാര്യം ആദ്യം നീ അക്സെപ്റ്റ് ചെയ്യണം, എന്നിട്ട് അതനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. ദേവന്റെ സംസാരം കേട്ട് അഭിനവന് ദേഷ്യം വന്നു. ദേവന്റെ മോശം പെരുമാറ്റം അവനെ മടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അഭിക്ക് വേണമെങ്കിൽ ദേവന് മറുപടി കൊടുക്കാമായിരുന്നു. പക്ഷെ തന്റെ ഫോൺ എടുക്കുന്നതാണ് നല്ലതെന്ന് അവൻ കരുതി. അവൻ വിക്രമിനെ വിളിക്കാൻ പോവുകയായിരുന്നു. എന്നാൽ വിക്രമിനെ വിളിക്കുന്നതിന് മുൻപ്, ഇവിടെ എന്താ നടക്കുന്നേ? അബി എന്റെ കൂടെ വന്നതാ. അതെ, അവള് വിളിച്ചു പറഞ്ഞിരുന്നു. പക്ഷേ പിന്നെ നീ എന്താ ഈയിടെ ഇത്ര വൈകി വീട്ടിൽ വരുന്നത്? ഓഫീസ് വൈകുന്നേരത്തോടെ കഴിയുമല്ലോ. അതിനുശേഷം എങ്ങോട്ടാ പോകുന്നത്? അനന്യ എന്തോ കള്ളത്തരം കണ്ടുപിടിക്കാൻ എന്നതുപോലെ ചോദിച്ചു. ഇന്നലത്തെ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞല്ലോ. എനിക്ക് രാത്രി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ സ്റ്റേ ചെയ്യേണ്ടി വന്നു. ഇന്ന് ഞാൻ വൈകിയത് ആലപ്പുഴ വരെ പോയതുകൊണ്ടാണ്. നമ്മുടെ നാട്ടിലെ ട്രാഫിക് എങ്ങനെയുണ്ടെന്ന് നിനക്കറിയാലോ. ഈ റോഡിലൂടെ എല്ലാം പോയിട്ട് ഈ സമയത്ത് എത്താൻ കഴിഞ്ഞത് തന്നെ വലിയ ഭാഗ്യം. അഭിനവ് സ്വയം ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെയാണ് അപ്പൊ കാര്യങ്ങൾ. ഇത്രയും വില കുറഞ്ഞ പഴയ ഡ്രസ്സ് ധരിച്ച് നീ ആലപ്പുഴ വരെ പോയല്ലേ? എന്തായിരുന്നു അവിടെ ഇത്ര അത്യാവശ്യം? അനന്യ വീണ്ടും അവനെ നോക്കി ചോദിച്ചു. ഒന്നിനു പുറകെ ഒന്നായി അനന്യ ഓരോന്ന് ചോദിക്കുന്നത് കേട്ടപ്പോൾ അബിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. നീ എന്തിനാണ് എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത്? കാരണം ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്, തൽക്കാലത്തിനാണെങ്കിൽ കൂടി. അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം, അനന്യ ദേഷ്യത്തോടെ പറഞ്ഞു. അഭിനവ് അവളുടെ മറുപടി കേട്ട് അവളുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പെട്ടെന്ന് അനന്യയുടെ കൈ പിടിച്ച് തന്നിലേക്ക് ചേർത്ത് നിർത്തി. അഭിനവ് പെട്ടെന്ന് അനന്യച്ചു. അതവളെ ഞെട്ടിച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ അനന്യ നിന്നു. കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം അവൾ അഭിനവിനെ തള്ളി മാറ്റി അവനോട് കയർത്തു. നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു ഇത് ചെയ്യാൻ? ഇന്ന് വാതിലിന് പുറത്ത് മുത്തച്ഛനൊന്നും നിൽക്കുന്നുണ്ടായിരുന്നില്ലല്ലോ, പിന്നെ എന്തിനാ താനിത് ചെയ്തത്? അനന്യ ദേഷ്യത്തോടെ ചോദിച്ചു. ഇത്തിരി മുമ്പല്ലേ ഭാര്യ എന്ന നിലയിൽ കുറെ ക്വസ്റ്റ്യൻസ് അല്ല എന്നോട് ചോദിച്ചത്. അങ്ങനെ ഭാര്യയുടെ അധികാരം നീ എടുക്കുകയാണെങ്കിൽ ഒരു ഭർത്താവിന്റെ അധികാരം എനിക്ക് എടുക്കാലോ. അവന് ഒരു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു. അത് കേട്ട് അനന്യ അവന്റെ നേരെ വിരൽ ചൂണ്ടി. ഹലോ, ഭർത്താവിന്റെ അധികാരം എടുക്കുന്നതിന് മുമ്പ് നീ സ്വയം ഒന്ന് നോക്ക്. കീറി പറഞ്ഞ ഷർട്ടും നരച്ച കളർ ഏതാന്ന് പോലും തിരിച്ചറിയാത്ത ഒരു പാൻറ്റും, അറ്റ്ലീസ്റ്റ് ഒരു പെർഫ്യൂമെങ്കിലും അടിച്ചുകൂടെ നിനക്ക്? വിയർപ്പ് നാറിട്ട് മനുഷ്യനിവിടെ നിൽക്കാൻ വയ്യ. അങ്ങനെയുള്ള നീ എന്നോട് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിരിക്കണം? അറ്റ്ലീസ്റ്റ് എൻ്റെ നിലയും വിലയെങ്കിലും നോക്കിക്കൂടെ നിനക്ക്? അനന്യ ചോദിച്ചു. എന്നാൽ ഇത് കേട്ട് അബി ഉറക്കെ ചിരിച്ചു. താൻ ഇത്ര സീരിയസ് ആയ ഒരു കാര്യം പറഞ്ഞിട്ട് അബി ചിരിക്കുന്നത് കണ്ടപ്പോൾ അനന്യ ഞെട്ടിപ്പോയി. നിന്റെ നിലയും വില ഏകദേശം എത്രത്തോളം വരും? ആ മണ്ടൻ ശ്രീരാഗാണോ? അപ്പൊ നിന്റെ നിലയ്ക്കും വിലയ്ക്കും ഒത്ത ഒരാൾ. ഇപ്പൊ കമ്പനി നിന്റെ സ്വന്തമാണല്ലോ. അപ്പൊ നിലയും വിലയും അല്പം കൂടിക്കാണില്ലേ? ഇനിയിപ്പോ ആ ശ്രീരാഗ് സെറ്റാവില്ല. കുറച്ചുകൂടി ബെറ്റർ ആയ ഒരാൾ വേണ്ടിവരും. ഇനിയും നിന്റെ നില കൂടുകയാണെങ്കിൽ ഒടുവിൽ നീ ടൈഗറിനെ തന്നെ വിവാഹം കഴിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു, അഭിനവ് പറഞ്ഞു. അവൻ ഇതെല്ലാം പറയുമ്പോഴും ചിരിക്കുകയായിരുന്നു. അനന്യ അവനെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു. വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് നീ വിഷയം മാറ്റാനൊന്നും ശ്രമിക്കണ്ട. എന്തായാലും നിന്റെ കാര്യം ഞാൻ മുത്തശ്ശനോട് പറയുന്നുണ്ട്. നീ എന്നെ... അനന്യ അത്രയും പറഞ്ഞു നിർത്തി. എന്താ നിർത്തിയത്? ബാക്കി കൂടി പറ. മുത്തച്ഛ, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് എനിക്ക് ഇത്തവണ ബർത്ത്ഡേക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് തന്നു. എ വെരി സ്പെഷ്യൽ വൺ എന്ന് പോയി പറയോ? പോയി പറഞ്ഞോ, അബി ചിരിയോടെ പറഞ്ഞു. അത് കേട്ടതും അനന്യയ്ക്ക് ചമ്മലും ദേഷ്യവും എല്ലാം കൂടി വന്നു. ഷടാ, അനന്യ അലറി. അത് കണ്ട് അഭിനവ് കൂടുതൽ ഉച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി. അതോടെ അവൾ നിസ്സഹായയായി. അവളുടെ മുഖം വാടുന്നത് കണ്ട് അബി സ്വയം നിയന്ത്രിച്ചു. തൊണ്ട ശരിയാക്കി വിഷയം മാറ്റാൻ ശ്രമിച്ചു. എന്താ, നാളെ ആ മരക്കഴുതയുടെ കൂടെ പുറത്തു പോകുന്നുണ്ടെന്ന് കേട്ടല്ലോ, ശരിയാണോ? അബി അവളോട് ചോദിച്ചു. അവൻ ഉദ്ദേശിച്ചത് ശ്രീരാഗിനെയാണെന്ന് അനന്യയ്ക്ക് മനസ്സിലായി. അതെ, പോകുന്നുണ്ട്. നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് അവൻ എനിക്കൊരു ട്രീറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അനന്യ പുച്ഛത്തോടെ പറഞ്ഞു. അനന്യയുടെ ഈ വാക്കുകൾ അബിയെ വളരെ വേദനിപ്പിച്ചു. അതുകൊണ്ട് അവന്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒന്നുമില്ലാന്നല്ലേ നീ പറഞ്ഞത്? എന്നിട്ടിപ്പോ അവന്റെ കൂടെ കറങ്ങാൻ പോകുന്നു. എന്താ ഇതിന്റെ അർത്ഥം? മേനോൻ കുടുംബത്തിലുള്ളവർക്ക് പറഞ്ഞ വാക്കിന് വിലയില്ല അല്ലേ? അബി അവളോട് ചോദിച്ചു. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം, നീ അതിലൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ നമ്മുടെ വിവാഹം നമ്മൾ രണ്ടുപേരും ആഗ്രഹിക്കാത്ത ഒന്നല്ലേ? അഭിനവിന്റെ ഭാര്യാപദം
എങ്ങനെയെങ്കിലും ഈ കുരിശൊന്ന് തലയിൽ നിന്ന് പോയാ മതി എന്ന് മാത്രമേ ഞാനിപ്പോൾ ചിന്തിക്കുന്നുള്ളൂ. അനന്യ പറഞ്ഞത് അബിയെ വല്ലാതെ വിഷമിപ്പിച്ചു. അവന് അനന്യയോട് ദേഷ്യം തോന്നി. നേരത്തെ ഞാൻ റോഷ്നിയുടെ കൂടെ പോയെന്നും പറഞ്ഞ് ഇവിടെ വലിയ ഷോ ഓഫ് നടത്തിയല്ലോ. ഭാര്യയാണ്, മണ്ണാങ്കട്ടയാണ് എന്നെല്ലാം പറഞ്ഞു കേട്ടല്ലോ. നാളെ ശ്രീരാഗന്റെ കൂടെ പോകുമ്പോൾ നിനക്കിതൊന്നും ബാധകമല്ലേ? അതോ നിനക്ക് തോന്നുന്നത് പോലെയൊക്കെ നടക്കാന്നാണോ? അഭിനവ് പറഞ്ഞത് കേട്ട് അനന്യ ഒരു മങ്ങിയ പുഞ്ചിരിയോടെ അവന്റെ അടുത്തേക്ക് വന്നു. അവൾ അവന്റെ തോളിൽ കൈവച്ച് പതുക്കെ അവനോട് ചേർന്ന് നിന്നു. ശരിയാ നീ പറഞ്ഞത്, എനിക്കിതൊന്നും ബാധകമല്ല. കാരണം ഞാൻ അനന്യയാണ്, അനന്യ മേനോൻ. പിന്നെ റോഷ്നിക്ക് നന്നായി അറിയാം തന്നെ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്ന്. പക്ഷെ നമ്മൾ ഡിവോഴ്സ് ആകുന്നത് വരെ താൻ മറ്റുള്ള പെണ്ണുങ്ങളുടെ പുറകെ പോയാൽ അതെനിക്ക് ക്ഷീണമാണ്. അതുകൊണ്ട് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യും, അനന്യ പറഞ്ഞു. അത് കേട്ട് അബി അവളെ തന്നെ നോക്കി നിന്നു. അത് ശരി, അപ്പൊ എനിക്ക് മാത്രം ഇതൊക്കെ ബാധകമുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് നിനക്ക് തോന്നുന്നത് പോലെ നടക്കാം, ശ്രീരാഗിന്റെ കൂടെ ഡേറ്റിന് പോകാം അല്ലേ? അഭിനവ് പരുഷമായ സ്വരത്തിൽ ചോദിച്ചു. അതെ, കാരണം ശ്രീരാഗ് ഒരു സമ്പന്നനാണ്, നിന്നെപ്പോലെയല്ല. സമൂഹത്തിൽ അവന് നിലയും വിലയും ഉണ്ട്. എൻ്റെ എന്താഗ്രഹങ്ങളും സാധിച്ചു തരാൻ അവനെ കൊണ്ട് കഴിയും. അങ്ങനെയുള്ള ഒരാളിൻ്റെ കൂടെ ഡേറ്റിങ്ങിന് പോയാൽ എന്താ കുഴപ്പം? അനന്യ ചോദിച്ചു. കൊള്ളാം, ശ്രീരാഗാണ് അപ്പം നിന്റെ മനസ്സിൽ എല്ലാം തികഞ്ഞ മനുഷ്യൻ അല്ലേ? കഷ്ടം, എല്ലാം തികഞ്ഞ ആ മനുഷ്യൻ അല്പം മുമ്പ് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയത്. നിന്നെ വിട്ടുകൊടുക്കണമെന്ന് മറ്റൊരാളുടെ ഭാര്യയെ തട്ടിയെടുക്കാൻ നോക്കുന്നവൻ. അഭിനവ് അനന്യയെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. ശ്രീരാഗ് പറഞ്ഞതിൽ എന്താ തെറ്റ്? നമ്മൾ തമ്മിലൊരു കുടുംബജീവിതം ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല, ഇനി ആഗ്രഹിക്കുമെന്ന് തോന്നുന്നുമില്ല. എന്നായാലും പിരിയേണ്ടവരാണ് നമ്മൾ. എത്രയും പെട്ടെന്ന് അത് നടക്കുകയും ചെയ്യും. അപ്പൊ പിന്നെ അവൻ എൻ്റെ പുറകെ നടക്കുന്നതിൽ എന്താണ് തെറ്റ്? ഇതൊരു ജെന്യുവിനായ ബന്ധമാണെങ്കിൽ നിനക്ക് അങ്ങനെയൊക്കെ പറയായിരുന്നു. പക്ഷേ ഇത് അതൊന്നുമല്ലല്ലോ. അനന്യ ശ്രീരാഗിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് അബിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. മാത്രവുമല്ല, അനന്യ പറയുന്നത് കേട്ട് അവർ ഇക്കാര്യത്തെക്കുറിച്ച് മുമ്പ് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന് അബിക്ക് മനസ്സിലായി. എന്തു തന്നെ ആയാലും ഈ ബന്ധം തന്റെ ലക്ഷ്യങ്ങൾ നിറവേറുന്നത് വരെയെങ്കിലും നിലനിർത്തണമെന്ന് അബി ആഗ്രഹിച്ചു. എന്നാലും അക്കാര്യം അവൻ തുറന്നു പറയാൻ തയ്യാറായില്ല. ഇനി കുറച്ചു കാലം കൂടി തന്നെ സഹിക്കണമെന്ന് പറഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കും എന്നവന് തോന്നി. തന്റെ ബർത്ത്ഡേക്ക് പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ തനിക്ക് എന്നോട് പറയായിരുന്നു. തനിക്ക് മോശമല്ലാത്തൊരു ട്രീറ്റ് തരാനുള്ള പണമൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അഭിനവന്റെ വാക്ക് കേട്ട് അനന്യ ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് അവളുടെ കട്ടിലിനടുത്തേക്ക് നടന്നു. സ്വയം ഇങ്ങനെ എൻ്റെ മുന്നിൽ ചെറുതാകാൻ നിൽക്കരുത് അഭിനവ്. ഒന്നാമതായി, പുറത്തു പോകുക എന്നതിൻ്റെ അർത്ഥം ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കുക എന്നത് മാത്രമല്ല, അയാൾക്ക് വില കൂടിയ ഗിഫ്റ്റുകൾ സമ്മാനിക്കുക എന്നൊരു കാര്യവുമുണ്ട്. ഗിഫ്റ്റിന്റെ കാര്യം പോട്ടേന്ന് വെക്കാം, എന്നാലും തീർന്നില്ലല്ലോ അഭിനവ്. ഞാൻ പ്രിഫർ ചെയ്യുന്ന റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കാനുള്ള പണമൊന്നും നിന്റെ കയ്യിലുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അനന്യയുടെ ഈ വാക്കുകൾ കേട്ട് അഭിനവിന് ഇനി എന്ത് മറുപടി പറയണമെന്ന് മനസ്സിലായില്ല. ഈ പെൺകുട്ടിക്ക് പണത്തോട് മാത്രമേ സ്നേഹമുള്ളൂ എന്ന് അവന് തോന്നി. കുറച്ച് സെക്കൻഡുകൾ നിശബ്ദനായി നിന്നതിന് ശേഷം അബി പതുക്കെ ഒരു ചോദ്യം ചോദിച്ചു. എങ്ങനെയുള്ള റെസ്റ്റോറൻറ്റുകളാണ് നീ ഉദ്ദേശിച്ചത്? അത് കേട്ട് അനന്യ അവനെ പുച്ഛത്തോടെ ഒന്ന് നോക്കി. യെസ്, കുറഞ്ഞത് 5 സ്റ്റാർ ആയിരിക്കണം. എന്തായാലും ശ്രീരാഗ് എന്നെ ഇതിലും ലക്ഷറി റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോകും. ഫോർ എക്സാമ്പിൾ, ടൈഗർ ഗ്രൂപ്പിന്റെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് പോലെ. അനന്യ ആവേശത്തോടെ പറഞ്ഞു. യു മീൻ മൈ റെസ്റ്റോറൻറ്റ്? അബി അറിയാതെ പറഞ്ഞു. അനന്യ അബി പറഞ്ഞത് കേട്ട് അവനെ അത്ഭുതത്തോടെ നോക്കി. എന്താ നിങ്ങൾ പറഞ്ഞത്? പെട്ടെന്നാണ് അബിക്ക് താൻ പറഞ്ഞ അബദ്ധം മനസ്സിലായത്. ഒന്നുമില്ല, അവൻ പറഞ്ഞു. ഇല്ല, നിങ്ങളിപ്പോൾ എന്തോ പറഞ്ഞിരുന്നു. ഇല്ല, ഞാൻ പറഞ്ഞത് ടൈഗർ എത്ര വലിയ ആളാണല്ലേ, അതുപോലൊരു റെസ്റ്റോറൻ്റൊക്കെ നമുക്കുണ്ടായിരുന്നെങ്കിൽ സ്വന്തം റെസ്റ്റോറൻ്റ് എന്നൊക്കെ ആൾക്കാരോട് ഗമിൽ പറയായിരുന്നു. അബി വിഷയം മാറ്റിക്കൊണ്ട് പറഞ്ഞു. നല്ലത്, അറ്റ്ലീസ്റ്റ് അങ്ങനെയൊക്കെ വലിയ വലിയ ആളുകൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നൊരു ബോധമെങ്കിലും നിനക്ക് വന്നല്ലോ, സന്തോഷം, അനന്യ അഹങ്കാരത്തോടെ പറഞ്ഞു. ഇത് കേട്ട ഉടനെ അഭിനവിന് ദേഷ്യം വന്നു. ഇത്രയൊക്കെ തന്നെ അപമാനിക്കുന്നവർക്ക് താൻ ആരാണെന്നും തന്റെ സ്ഥാനം എന്താണെന്നും പറഞ്ഞു കൊടുക്കണമെന്നുണ്ടായിരുന്നു അവന്.